അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. സാലറി ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്. ഫ്ലെക്സ് സാലറി ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ 3 ലക്ഷം രൂപ ഇതിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 36 മാസത്തെ EMI ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 4.25% ആണ്. അതേപോലെ തന്നെ GST അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ലോൺ എടുക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ മിനിമം ഏജ് 21 വയസ്സ് എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. ലോണിന് അപ്ലൈ ചെയ്യുന്നവർക്ക് 21 വയസ്സോ അതിന് മുകളിലോ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സാലറി മിനിമം ഒരു 8,000 രൂപയെങ്കിലും സാലറി ഉണ്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 8,000 രൂപയെങ്കിലും നമുക്ക് സാലറി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ KYC ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, അതേപോലെ തന്നെ അഡ്രസ് പ്രൂഫ്, ഇത്രയുമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളത്. KYC വെരിഫിക്കേഷന് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, അതേപോലെ തന്നെ നമ്മളുടെ അഡ്രസ് പ്രൂഫ്, ഇത്രയും കൊടുക്കുക. അതേപോലെ നമുക്ക് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ തികച്ചും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ കേന്ദ്രം എന്ന് പറയുന്നത് ഹൈദരാബാദ്, തെലുങ്കാന എന്നാണ്. അതേപോലെ ഇവരുടെ ഇമെയിൽ ID അതേപോലെ തന്നെ കസ്റ്റമർ കെയർ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നമ്മളുടെ ഡോക്യുമെൻറ്റ്സുകൾ ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് പോലെ ലോണിന് ആവശ്യമുള്ളവർ മാത്രം ലോൺ എടുക്കുക. അല്ലാതെ വെറുതെ കയറി ആരും ലോണിന് അപ്ലൈ ചെയ്യരുത്. അത്രയ്ക്കും എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാൽ മാത്രമേ നമ്മൾ ഇതേപോലുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് ഇതേപോലുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. ഈ കാര്യം ആദ്യം ഓർമ്മയിൽപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കണ്ട, ഫ്ലെക്സ് സാലറി ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.